എല്ലാ കൂട്ടുകാർക്കും എൻജോയ് ദി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഹോളിയുടെ നിറങ്ങളുടെ ഉത്സവങ്ങളുടെ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇവിടെ ചോട്ടി ഹോളിയാണ്. ഇന്ന് കുട്ടികളുടെ ഹോളി കളിക്കുന്ന ദിവസം. നാളെയാണ് ഹോളി. അപ്പോൾ എൻജോയ് ദി വേൾഡിന്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ വ്യൂവേഴ്സിനും വേഗം ഹോളി ആശംസിക്കുന്നു. എല്ലാവരും വർണ്ണങ്ങളുടെ ഉത്സവം ആഘോഷിക്കുക. ഒപ്പം തന്നെ നമ്മൾ പൂക്കളുടെ വർണ്ണങ്ങൾ ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ പൂക്കളുടെ മുട്ടുകളൊക്കെ നമുക്കിങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചില പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മളും നമ്മളുടെ ചെടികളിലെ വിസ്മയ കാഴ്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ്. മനസ്സിന് ഒട്ടനവധി സന്തോഷവും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒത്തിരി ദിവസങ്ങളാണ് നമുക്കിനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അടീനിയം ചെടികൾ സ്നേഹിക്കുന്ന എല്ലാവരും വർഷത്തിലൊരു 2-3 തവണ നമ്മൾ ആ ഒരു വലിയൊരു വർണ്ണങ്ങളുടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹോളിയുടെ ആശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഹോളി. നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ വിത്തുകൾക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വിത്ത് തരാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് വിത്തുകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഈ ഹോളി കഴിയുന്നതോട് കൂടിയിട്ട് നാളെയാണ് ഹോളി. നാളെ മിക്കവാറും ഞാനൊരു വിധം പാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ ചാനൽ ഒന്നുകൂടി വലുതായി വരുന്നുണ്ട്. എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വെച്ചാൽ എനിക്കൊരു കമൻറ്റിൽ വന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ഒരു സുഹൃത്ത് നമുക്ക് കമന്റ് ചെയ്തു, ചെടികളിൽ കുറെ ഫംഗൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ മൈറ്റ്സ് അല്ലെങ്കിൽ മിലിബഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും എന്നും പറ്റിയിട്ട്. അപ്പോൾ ഞാനും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ 2 ചെടികളിൽ ഈ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ പിന്നീടാവാം, ചിലപ്പോൾ ഈ കാലാവസ്ഥ മാറുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ അത് ശരിയാവാം എന്ന് ആ രീതിയിൽ നമ്മളും വലിയൊരു കെയർ കൊടുക്കാതെ സാധാരണ രീതിയിൽ നോർമലായി വിട്ടിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ നല്ല കാറ്റുണ്ട്. അപ്പോൾ അതില് സംഭവം ഇല്ലാതെ പോകും. എന്നാൽ തന്നെ ഈ ഒരു കമന്റ്സിലൂടെ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ എനിക്കും തോന്നി ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാവുമല്ലോ. അപ്പോൾ കമന്റിൽ ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് 2-3 കാര്യങ്ങളെ പറ്റിയിട്ട്, അതിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തന്നാൽ അതൊരു നല്ല കാര്യമാവുന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എല്ലാവരും തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. 2-3 തരത്തിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ അതിനെ പറ്റി വിശദീകരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ചെടി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെടി എന്താണെന്നുള്ളത്. നമുക്ക് 2 ചെടിയിലാണ് ഈ ഒരു സംഭവം ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായിരുന്നത്. ഈ ചെടിയിൽ നമ്മളെ സ്പൈഡർ മൈറ്റ് ഉണ്ട്, കണ്ടോ? ഈ മഞ്ഞ കുത്ത് കാണുന്നതാണ് സംഭവം. 2-3 ദിവസം മുന്നേ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്തപ്പോൾ സംഭവം നമ്മളെ ചെടിയിലുണ്ട്, അല്ലേ? ഇതാണ് സംഭവം. നമുക്കിതിനെ മാറ്റാനുള്ള മരുന്നാണ് നമുക്കിതിന് സ്പ്രേ ചെയ്യാനുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു ചെടിയിലും നമുക്കുണ്ട്. അടുത്ത ചെടി ഇതാണ്. ആണോ? ഈ ചെടിയിലും അത്യാവശ്യം ഈ 2 ചെടിയിലാണ് ഇപ്പൊ നമ്മളെ സ്പൈഡർ മൈറ്റ്സ് കയറി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഇനി നമുക്ക് തുരത്തണം. ഇത് തുരത്താനുള്ള മരുന്നാണ് നമ്മളിനി കാണിക്കാൻ പോകുന്നത്.
ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെ നല്ല വെയിലുള്ള സമയത്തൊന്നും നമ്മൾ ഈ മരുന്നുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ മാറ്റാനുള്ള ഫംഗിസൈഡുകൾ നമ്മൾ അപ്ലൈ ചെയ്യരുത്. അത് നമ്മളെ ചെടിക്ക് ഭയങ്കര ദോഷം ചെയ്യും. ചെടി അങ്ങനെ തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മളെ ആ 2 ചെടികൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതാണ് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ ചെടിയാണ്. ഇത് നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കിയ ചെടിയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിലും നമുക്ക് ആ ഒരു സ്പൈഡർ മൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അതായത് നമ്മളെ ചിലന്തിക്കാശി എന്നൊക്കെയാണ് ചിലർ പറയാ. നമ്മുടെ നാട്ടിൽ നിന്ന് ചിലന്തിയുടെ ഇത് ചിലന്തികൾ മുട്ടയിട്ടിട്ട് കുട്ടികൾ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ്. സാധാരണ നമ്മളെ ചെടികളിലൊക്കെ നമ്മൾ കാലത്ത് എനിക്ക് വരുമ്പോൾ നിറച്ച് ചിലപ്പോൾ നമ്മൾ ബാൽക്കണി നമ്മളെ ടെറസിലേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ തന്നെ നമ്മൾ തലതച്ച ചിലന്തിയുടെ വലകളായിരിക്കും. അത് നമ്മൾ ക്ലൈമറ്റിൽ മാറുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചെടികളിലൊക്കെ ഈ സംഭവം ചിലന്തിയുടെ വലകൾ കാണാറുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം വെച്ചാൽ സ്പൈഡർ മൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലന്തിക്കാശ് എന്ന് പറയും. പിന്നെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്ന ചെടികളെ അറ്റാക്ക് ചെയ്യുന്നതാണ് മിലിബഗ്, അങ്ങനത്തെ സംഭവങ്ങൾ. ഈ കൂടുതലും ചെമ്പരത്തി, ഹിബിക്കസ് പ്ലാന്റ്സുകൾ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ മിലിബഗ്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 2-3 ഫംഗൽ ഇൻഫെക്ഷനുകൾ നമ്മളെ ചെടികൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ചെടിയുടെ വളർച്ച തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം ഇത് ഈ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ചെടിയുടെ ഇലയുടെ അടിയിലാണ് ഇത് കൂടുതലും പറ്റി പിടിച്ചിരിക്കുക. അവിടെ ഇരുന്നിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ ചെടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. വെള്ളത്തിന് ലിക്വിഡായിട്ടുള്ള രൂപത്തിലായാലും എന്തായാലും നമ്മൾ ചെറിയൊരു ശുശ്രൂഷങ്ങളൊക്കെ വരുത്തിയിട്ട് ചിലപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരും ഈ ഭൂമിയിലെ ഒരു ആവാസ വ്യവസ്ഥയിലുള്ള ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമ്മളെ ചെടികൾക്ക് ഇത് ബാധിച്ചു കഴിഞ്ഞാല് നമ്മളെ ചെടികൾ നാശമാവും. അത് മാത്രല്ല നമ്മൾ സ്നേഹിച്ചു വളർത്തുന്ന കാര്യമല്ലേ ചെടികളല്ലേ. അപ്പൊ അതിനെ നമ്മൾ ദോഷം ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കില്ലേ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചപ്പോഴാണ് അതിൽ കൂടെ നമുക്ക് ഒരു കമന്റ്സിലൂടെ നമ്മൾ ഒരു സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്കത് കൂടുതലൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന്. അതിന് നമുക്ക് ഇതിന്റെ പ്രതിരോധിക്കാനുള്ള മരുന്ന് തയ്യാറാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ വീഡിയോ കൂടുതൽ ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറെ ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കാനും. നിങ്ങൾക്കും ഒരു മനപ്രയാസം ഉണ്ടാവും. ഇയാൾ ഈ പറഞ്ഞ തന്നെ കണ്ടിരിക്കുന്നത്. അങ്ങനെയും കുറെ കമന്റ്സ് എനിക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തേക്കാം. ഇതിനെ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള മിലിബഗ്, സ്പൈഡർ മൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതലും നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് കഴിഞ്ഞാൽ നീം ഓയിൽ സ്പ്രേ ചെയ്യാന്നുള്ളതാണ്. നീം ഓയിലാണ് ഒരു സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് കൂടുതൽ നീം ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം അത് മാറി പോവാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന വെച്ചാല് നീം ഓയിൽ ഉപയോഗിക്കാം. അതിൽ കൂടെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ബാധിച്ചിട്ടുള്ള ഈ ഇലകളുണ്ടല്ലോ, ഈ ഇലകളെല്ലാം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ ഇലകൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മാറിക്കിട്ടും. കാരണം ഇതിൽ പിന്നെ വേറെ ഇതിലേക്ക് ബാധിക്കാതിരിക്കാനാണ് ഇത്. അങ്ങനെ ഈ ബാധിച്ചിട്ടുള്ള ഇലകൾ കംപ്ലീറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയാം. അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നല്ല വെയില്, സൂര്യപ്രകാശം കിട്ടുന്നിടത്ത്, അതുപോലെ നല്ല കാറ്റുള്ളിടത്ത് ഈ സംഭവം നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മളെ ചെടി വെക്കുന്ന സ്ഥലങ്ങളിൽ കുറെ ആവശ്യമില്ലാത്ത കരിയിലകള് അല്ലെങ്കിൽ ഈ എട്ടുകാലിക്കും മറ്റും കൂട് കൂട്ടാനൊക്കെ ആയിട്ട് നിൽക്കാൻ അങ്ങനത്തെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഈ സംഭവം നമ്മളെ ചെടികളിലേക്ക് പെട്ടെന്ന് പടർന്നു കയറും. അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതില്ലാതിരിക്കാൻ കുറെ പെസ്റ്റിസൈഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാഫ് ഫംഗിസൈഡൊക്കെ നമ്മൾ ചെടികളിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി ചില സമയത്ത് അത് വിജയിക്കണമെന്നില്ല. ചില കീടാണുക്കൾക്ക് അല്ലെങ്കിൽ ചില മൈറ്റ്സിന് അല്ലെങ്കിൽ ബഗ്സിന് ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്ന മരുന്നിനേക്കാളും
കൂടുതൽ പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ തന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളൊന്ന് ക്ലീൻ ആക്കി നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നമ്മളെ ചെടികൾ കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇതിന്റെ ലീവ്സ് ഒക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫംഗിസൈഡ്, അതായത് ഫംഗിസൈഡ് എന്ന് വെച്ചാൽ നീം ഓയിൽ, ഫംഗിസൈഡ് തന്നെയാണ് ഇത്. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ml എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ സംഭവമാണ് വിനാഗിരി ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല നാടൻ മഞ്ഞപ്പൊടി, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് മഞ്ഞപ്പൊടി അല്ല, നമ്മൾ നാട്ടിൽ ഉണക്കി പൊടിച്ച നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞപ്പൊടി ഇതെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് പച്ചമഞ്ഞൾ അത് നന്നായി അരച്ചെടുത്തിട്ടാലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തുള്ളത് നല്ല നാടൻ മഞ്ഞപ്പൊടിയാണ്. അതുപോലെ തന്നെ വിനാഗിരി. ഇത് രണ്ടും മിക്സ് ചെയ്ത് തരി വെള്ളം കൂടി ചാലിച്ചിട്ട് നമ്മൾ ചെടിയുടെ ഏത് ഭാഗത്താണ് ബാധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു തുണി കൊണ്ട്, ഒരു കോട്ടൺ തുണി കൊണ്ട് ഇത് മുക്കി നമ്മൾ വൈപ്പ് ചെയ്ത് തുടച്ച് എടുത്ത് മാറ്റുക. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മളെ ചെടികൾക്ക് പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ സ്പൈഡർ മൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അറ്റാക്ക് ചെയ്ത അല്ലെങ്കിൽ മിലിബഗ് ഇതൊക്കെ നമ്മളെ ഇതൊന്നും മാറിക്കിട്ടും. ഇനി ഇത് കൂടാതെ നമുക്ക് ചെയ്യുന്നത് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗിസൈഡ് പൗഡർ ഉണ്ട്. അത് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല വില കൂടിയ മരുന്നുകളാണ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന MSG എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മരുന്നുകളുണ്ട്. അത് പെട്രോ കെമിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ബയോകെമിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അത് വലിയ റിസൾട്ടാണ്. അത് പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെടുക്കുന്ന മരുന്നുകളാണ്. അതും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മളതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ചെയ്യുന്നത് നീം ഓയിലും പിന്നെ നമ്മളെ നാടൻ രീതിയിലുള്ള വിനാഗിറും മഞ്ഞപ്പൊടി, നല്ല നാടൻ മഞ്ഞപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആദ്യം കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇത് സ്പ്രേ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിതില് ഈ ഒരു ബോട്ടിലില് ഒരു 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 5 ml ഭയങ്കര കുത്തുള്ള മരുന്ന് ഇത് നമ്മളെ അടീനിയം ചെടികൾക്കല്ല കേട്ടോ, നമ്മളെ ഗാർഡനിലുള്ള എല്ലാ ചെടികൾക്കും നിങ്ങൾക്ക് ഭയങ്കര സ്മെല്ല. ഗാർഡനിലുള്ള ഒരുവിധം ചെടികൾക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ പ്രത്യേകിച്ച് മറ്റേ ചെമ്പരത്തി അങ്ങനെയുള്ള സാധനങ്ങളെ പോലെ കറിവേപ്പ്, അതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, റിസൾട്ട് കിട്ടും. കാരണം കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ കറിവേപ്പില് ഇതുപോലെ മിലിബഗ് വന്നിട്ട് കംപ്ലീറ്റ് മിലിബഗ് കയറി പിടിച്ചു. ഞാൻ നീം ഓയിൽ അന്ന് ചെയ്തില്ല. ഞാൻ അന്ന് വിനാഗിറും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ തുണി കൊണ്ട് എടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കി. ഇപ്പൊ നമ്മൾ കറിവേപ്പ് അടിപൊളിയായിട്ട് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കുക. നമുക്ക് ആദ്യം ഈ ഒരു ചെറിയ പ്ലാന്റിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണിച്ചു തരാം. ഇതുപോലെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ ഏകദേശം വെടുപ്പായ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
എന്നാലും ഉണ്ട്, ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട്. ഇത് നമ്മൾ 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക. ഇതാണ് ഒരു രീതി. അടുത്തത് നമ്മളെ മഞ്ഞപ്പൊടിയും വിനാഗറും കൂടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഇതിലൊരു ഒരു ടീസ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. എനിക്ക് ഞാനൊരു ടീസ്പൂണിന്റെ പകുതി മഞ്ഞപ്പൊടി, നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചത്. ഇതിന്റെ മൂടി കൊണ്ടൊരു മൂടി വിനാഗർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ചെറിയൊരു കോട്ടന്റെ പീസ് എടുത്തിട്ടുണ്ട്. ഈ പീസ് കൊണ്ട് നമ്മളെ ചെടികളിൽ നന്നായി തുടച്ചെടുക്കുക. ഞാനിത് ചെയ്യാനുള്ള കാരണം വെച്ചാലേ, നമ്മളെ ഈ ചെടിയുടെ ബ്രാഞ്ച് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ബ്രാഞ്ച് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ല. കഴിഞ്ഞ തവണ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോർമൻസി കഴിഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ ലീഫുകളൊക്കെ വന്നു തുടങ്ങിയുള്ളൂ. അപ്പോൾ ലീഫ് കളയാൻ എനിക്കൊരു മടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തുടച്ചെടുത്ത് കളയുന്നത്. ഇല്ലെങ്കിൽ ഞാനിത് ലീഫ് അങ്ങനെ എടുത്ത് കളയുള്ളൂ. ഇത് ഡയമണ്ട് റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റാണ്. ഡയമണ്ട് റിംഗ് എന്നാണ് ഈ ഒരു പൂവിനെ വിളിക്കുന്ന പേര്, ഡയമണ്ട് റിംഗ്. കൂടുതൽ ഈ സംഭവം കാണുക ചെടിയുടെ ഇലയുടെ അടിഭാഗത്താണ്. അതുപോലെ ചെടിയുടെ ഉള്ളിലേക്ക് പുറത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് കൂടുതൽ കാണില്ല. ഇത് ചെടിയുടെ അടിഭാഗത്ത്, ഇലയുടെ അടിഭാഗത്ത് മാത്രമാണ് ഈ സംഭവങ്ങൾ കാണുള്ളൂ. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേകതരം മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ മഞ്ഞപ്പൊടിയുടെ കൈയൊക്കെ നല്ല മഞ്ഞായി. ഇനി ഇത് നമ്മൾ നല്ല വെയിലത്ത്, ഇന്നിപ്പോ എന്തായാലും ഇപ്പൊ വൈകുന്നേരം ഒരു 5-6 മണി സമയമാണ്. ഇവിടെ വെയിലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം തന്നെ ഇത് കാണിക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇത് രണ്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ സ്പൈഡർ മൈറ്റ്സ്, അങ്ങനത്തെ മിലിബഗ്, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ ഈ ഒരു 2 കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. റിസൾട്ട് കിട്ടും. കാരണം ഞാൻ ഇതുപോലെ നമ്മളെ കറിവേപ്പിനും അതുപോലെ നമ്മളെ ചെമ്പരത്തി, അതിനൊക്കെ ഇതുപോലെ മിലിബഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ചെയ്തപ്പോൾ അതൊക്കെ നല്ല റിസൾട്ട് ഉണ്ട്. നമ്മളെ ചെമ്പരത്തിയൊക്കെ വീണ്ടും ഉണർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കറിവേപ്പ് 2 ഇതുപോലെ ഉഷാറായിട്ട് വരുന്നുണ്ട്. കറിവേപ്പിന്റെ ആ ഒരു എന്താ പറയാ, കട തൊട്ടിട്ട് മുകൾ ഭാഗം വരെ ബഗ്ഗായിരുന്നു, മിലിബഗ്ഗായിരുന്നു. ഞാൻ ഈ ഒരു സംഭവം നമ്മൾ തേച്ച് പിടിപ്പിച്ച് കംപ്ലീറ്റ് തുണി കൊണ്ട്, കോട്ടൺ കൊണ്ട് തുടച്ചെടുത്ത് ഇപ്പൊ കറിവേപ്പില അടിപൊളിയായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ വിനാഗറും മഞ്ഞപ്പൊടിയും കൂടി ചേർന്നത് നമുക്ക് ചെടികളുടെ കടയ്ക്ക് പോയോണ്ടും കുഴപ്പമില്ല. കാരണം ഇതൊരു നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ്. വേറെ കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളെ വിനാഗറിൽ ചെറിയ കെമിക്കൽ രീതിയിലുണ്ട്. നമുക്ക് നാടൻ വിനാഗർ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുകയാലും നല്ല റിസൾട്ട് കിട്ടും. എന്നത് തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ നീമോ പോലെ നിങ്ങളെ വീടുകളിൽ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾക്കും ഷെയർ ചെയ്യും. നിങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മളെ ചാനലും നമ്മളെ വീഡിയോസും നിങ്ങളുടെ കൂട്ടുകാർക്കും, നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മളെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണുക. പകുതിക്ക് ചെയ്ത് നിർത്തി പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ചിലപ്പോൾ വീഡിയോയുടെ പകുതി കഴിഞ്ഞിട്ടാവും ശരിക്കും നല്ല മറ്റു പല കാര്യങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അത് നിങ്ങൾ നമ്മളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ എനിക്ക് അതിൽ വരുമാനമോ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ നമ്മുടെ സീഡുകൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇതിനും പുതിയ പുതിയ സീഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പുതിയ ചെടികൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അടിയനയും ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ വിത്തുകളോ അങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും വിവരങ്ങളും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആയാലും ഫോണിലൂടെ ആയാലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും പ്രത്യേകിച്ച് ഇന്നും നാളെയും ഞങ്ങളുടെ ഹോളിയാണ്. നോർത്ത് ഇന്ത്യയിൽ ഹോളി ആഘോഷിക്കുന്ന ദിവസം വർണ്ണങ്ങളുടെ മഹോത്സവമാണ്. അപ്പോൾ ആദ്യം തന്നെ വർണ്ണത്തിലേക്ക് ഞാൻ കാണുന്നുണ്ട്, നല്ലൊരു മഞ്ഞ വർണ്ണത്തിലേക്ക് നമ്മളെ ചെടീനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ ഹോളി ആഘോഷിക്കുക. എല്ലാവർക്കും ഹോളിയുടെ എല്ലാവിധ ആശംസകളും നേർന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു, ബൈ.